Hello students, welcome back to Priyanka Tutorials. NIC ക്ലാസ് 10ലെ ഇംഗ്ലീഷിലെ ഫസ്റ്റത്തെ ചാപ്റ്ററായ സ്നേക് ബൈറ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റും എന്നാൽ വളരെ സിമ്പിൾ ആയുള്ള ഒരു സ്റ്റോറിയാണ് ഇത്. ഇന്ന് നമ്മൾ NIC സിലബസിലെ വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്നേക് ബൈറ്റ് ഈസ് റിട്ടേൺ ബൈ ശങ്കർ പിള്ള. ഈ സ്റ്റോറി എഴുതിയത് പ്രശസ്തനായ ശങ്കർ പിള്ളയാണ്. He is not just a writer. He has this incredible talent to turn simple life incident into beautiful stories. ഈ കഥ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പായ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന പുസ്തകത്തിൽ നിന്ന് ഉള്ളതാണ്. സോ ആർ യു റെഡി ടു സ്റ്റെപ്പ് ഇൻ ടു ദിസ് ലവ്ലി ഇമോഷണൽ സിമ്പിൾ സ്റ്റോറി? നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. Right. Have you ever tasted an animal? What did your elders have to say to you? How did the animal react? Did you think about how the animal felt? In the story, the narrator Raja is an innocent young boy. He is adventurous and likes to meddle with creatures like the snakes and bees. ഈ സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് രാജയാണ്. ഈസ് ആൻ ഇന്നസെന്റ് ബട്ട് ദ അഡ്വഞ്ചറസ് യങ് ബോയ്. ഒരു ദിവസം രാജയെ ഒരു തേനീച്ച കുത്തുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും വിചാരിക്കുന്നത് രാജയെ പാമ്പ് കടിച്ചു എന്നാണ്. സോ ഹിസ് ഗ്രാൻഡ് ഫാദർ ടേക്ക് ഹിം ടു മാൻ whom he believes can cure a snake bite. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് let us read the story and see the what happens. So are you ready? നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. One day I saw a small snake in the compound. ഒരു ദിവസം രാജ വീടിന്റെ പരിസരത്ത് ഒരു ചെറിയ പാമ്പിനെ കാണുകയാണ്. It was crawling along slowly, but when it saw me, it moved away quickly and hid itself in a coconut shell. ആ പാമ്പ് എന്ത് ചെയ്തു? പതുക്കെ ഇഴഞ്ഞ് രാജയെ കണ്ടപ്പോൾ അത് വേഗത്തിൽ നീങ്ങി ഒരു ചിരട്ടയ്ക്കുള്ളില് ഒളിച്ചു. I quietly went near and closed it in the mouth of the coconut shell with a stone. അപ്പോ രാജ എന്ത് ചെയ്തു? ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അടുത്തു ചെന്ന് ഒരു കല്ല് കൊണ്ട് ചിരട്ടയുടെ വായ്ഭാഗം അടച്ചു. Then I took the shell and ran into the grandfather. എന്നിട്ട് ആ ചിരട്ടയും കൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി. Look, grandma, I cried. I have catch a snake. മുത്തശ്ശി നോക്കൂ, ഞാനൊരു പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. Snake? Asked the grandmother in a alarm. She was shocked. She cried for help. പാമ്പോ? പരിഭ്രമത്തോടെ ചോദിച്ചു. അവർ ആകെ ഞെട്ടിപ്പോയി. അവർ സഹായത്തിനായി നിലവിളിക്കുകയാണ്. Grandfather came running when he learned that I had a snake in the shell. He snatched the shell and threw it away. മുത്തശ്ശൻ ഓടി വന്നു. ചിരട്ടയിൽ പാമ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ചിരട്ട പിടിച്ചു വാങ്ങി ദൂരേക്ക് എറിഞ്ഞു. The snake crawled away and disappeared behind some bushes. പാമ്പ് ഇഴഞ്ഞ് ആ കുറ്റിക്കാട്ടിനിടയിലൂടെ മറഞ്ഞു. Grandfather wanted me never to go near a snake because the snakes were very dangerous. ഗ്രാൻഡ്ഫാദർ രാജയോട് പറഞ്ഞു, പാമ്പുകൾ വളരെ അപകടകാരികളാണ്, ഒരിക്കലും പാമ്പിന്റെ അടുത്ത് നീ പോകരുത് എന്ന് മുത്തശ്ശൻ രാജയ്ക്ക് മുന്നറിയിപ്പ് നൽകി. Later in the evening, I tried to catch a bee and it stuck me on my finger. I felt a sharp pain. ഒരു തേനീച്ചയെ പിടിക്കാനായി ശ്രമിക്കുകയും തേനീച്ച രാജയുടെ കയ്യിൽ കുത്തുകയും ചെയ്തു. I felt a sharp pain. നല്ല വേദന രാജയ്ക്ക് അനുഭവപ്പെട്ടു. I am grandmother and told her that I had been beaten and wanted her to do something to stop the pain. ഞാൻ ഓടി മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തി. എന്നെ എന്തോ കടിച്ചു എന്ന് രാജ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്തെങ്കിലും വേദന കുറയ്ക്കാനായിട്ട് ചെയ്യണമെന്ന് മുത്തശ്ശിയോട് ആവശ്യപ്പെട്ടു. Grandmother thought that I had beaten by a snake. She called out to the grandfather, came and see what has happened to Raja. Grandmother വിചാരിച്ചു പാമ്പ് കടിച്ചതാണെന്നാണ് മുത്തശ്ശി കരുതിയത്. Grandfather came at once. മുത്തശ്ശൻ ഉടനെ തന്നെ വന്നു. മുത്തശ്ശൻ രാജയുടെ കൈ പരിശോധിച്ചു. രാജയുടെ കയ്യിൽ ഒരു നീല നിറത്തിലുള്ള ഒരു പാടുണ്ടായിരുന്നു.
Without a word, he took me in his arms and started running. He ran across the garden and through the paddy fields. He ran and did not stop until he reached a small house and stood some distance away from our home. രാജ രാജ് രാജയെ മുത്തശ്ശൻ രാജയെ പാമ്പ് കടിച്ചതാണെന്നോർത്ത് ഒന്നും മിണ്ടാതെ രാജയും എടുത്തുകൊണ്ട് അദ്ദേഹം പാടത്തിലൂടെ ഓടുകയാണ്. ആൻഡ് ഫോർ ദ മാൻ ഹൂ ലീവഡ് ഹിയർ, എന്നിട്ട് അവിടെ അടുത്ത് ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ്. ആൻഡ് ഓൾഡ് ഗ്രേറ്റ് മാൻ കം ഔട്ട് ഓഫ് ദ ഹൗസ്. അങ്ങനെ അവര് വീട്ടിലേക്ക് എത്തുകയും അവിടെ ഒരു വൃദ്ധൻ ആ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്തു. He now the cure for snake bite. The grandfather asked him to cure me. ഗ്രാൻഡ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയാണ് പാമ്പിൽ കടിച്ചതിനുള്ള ചികിത്സ രാജയ്ക്ക് കൊടുക്കാനായിട്ട്. ദ ഓൾഡ് മാൻ took me inside. ഉടനെ തന്നെ ആ വൃദ്ധൻ രാജയുടെ വിരൽ നോക്കി അനങ്ങാതെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. The old man then and took some water in the small brass vessel, sat in front of us and started reciting some mantras. ഒരു മടിയിൽ രാജ ഇരിക്കുകയാണ്. അപ്പോൾ ആ വൃദ്ധൻ ഒരു ചെറിയ ഓട്ടുപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് മന്ത്രങ്ങൾ ചൊല്ലാനായി തുടങ്ങുകയാണ്. I wanted to tell him that it was a bee and not a snake that had beaten me, but grandfather held me the tight and did not allow me to talk. രാജയ്ക്ക് പറയണമെന്നുണ്ട്. എന്നെ കടിച്ചത് പാമ്പല്ല, തേനീച്ചയാണെന്ന് രാജയ്ക്ക് മുത്തച്ഛനോട് പറയണമെന്നുണ്ട്. മുത്തച്ഛൻ മുറുകെ പിടിച്ച് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു രീതിയിലാണ് മുത്തച്ഛൻ എന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് രാജ പറയുകയാണ്. The grandmother too had an arrival by then and some other people with her. They took it, sat silently watching me. അപ്പോഴേക്കും മുത്തശ്ശിയും മറ്റു ആളുകളും എല്ലാം അവിടെ എത്തിയിരുന്നു. വളരെ സങ്കടത്തോടെ നോക്കി നിശബ്ദമായി അവിടെ എല്ലാവരും നിൽക്കുകയാണ്. But this time the pain in my finger had stopped, but still I had to sit there and get cured of snake bite. അപ്പോഴേക്കും രാജയുടെ കൈവിരലിന്റെ വേദനയെല്ലാം മാറിയിരുന്നു. After the few minutes, the old man got up, washed my finger, and gave me some water and drink. He asked me to keep and quit for some more time. കുറച്ചു മിനിറ്റിന് ശേഷം വൃദ്ധൻ എഴുന്നേറ്റു, രാജയുടെ കൈവിരലെല്ലാം കഴുകി അതിനുശേഷം കുറച്ച് വെള്ളം കുടിക്കാനായി തന്നു. He asked me keep quiet for some more time. കുറച്ചും കൂടി നേരം മിണ്ടാതിരിക്കാൻ അദ്ദേഹം രാജയോട് ആവശ്യപ്പെട്ടു. Then he turned to grandfather and said, "Thank God, you brought Raja in time. He is out of danger now. It was indeed a poisonous snake that bit him." എന്നിട്ട് മുത്തശ്ശനോട് അദ്ദേഹം പറഞ്ഞു, ദൈവത്തിന് നന്ദി, നിങ്ങൾ രാജയെ കൃത്യസമയത്ത് എത്തിച്ചു. അതുകൊണ്ട് അവൻ അപകടനില തരണം ചെയ്തു. രാജയെ കടിച്ചത് ഒരു വിഷമുള്ള പാമ്പ് തന്നെ ആയിരുന്നു എന്ന് മുത്തശ്ശനോട് പറയുകയാണ്. grandmother and all others thanked the old man for the magic cure. On the returning home, the grandfather sent him gifts. മുത്തശ്ശനും മുത്തശ്ശിയും മറ്റുള്ളവരും എല്ലാം ആ അത്ഭുത ചികിത്സയ്ക്ക് വേണ്ടി ആ വൃദ്ധനോട് നന്ദി പറയുകയാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ മുത്തശ്ശൻ അദ്ദേഹത്തിന് കുറേ സമ്മാനങ്ങൾ കൊടുത്തു. ഇതാണ് ഈ സ്റ്റോറി. Don't forget to like, share and subscribe to Prerna Tutorials. For more lessons, see you in the next video. Thank you.